അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമെന്ന ചരിത്ര പ്രഖ്യാപനം നാളെ നടക്കാനിരിക്കെയാണ്. 64,006 പേരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ആ പട്ടികയിൽ ഉൾപ്പെടാത്ത നിരവധി പേർ ഇനിയും ഉണ്ട് എന്ന വിമർശനമാണ് ഉയരുന്നത്. അതിദരിദ്രരെ നിർണയിച്ചതിലെ മാനദണ്ഡവും ആധികാരിക പഠന റിപ്പോർട്ടും എന്താണ് എന്ന് ചോദിച്ച് പ്രഖ്യാപനത്തിനെതിരെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ സർക്കാരിന് തുറന്ന കത്തെഴുതി. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും രണ്ടായി പരിഗണിക്കണമെന്നും കൃത്യമായ മാർഗരേഖ പ്രകാരമാണ് പട്ടികയെന്നും തദ്ദേശ മന്ത്രി MP രാജേഷ് വിശദീകരിച്ചു. സർക്കാരിൻ്റേത് കള്ളക്കണക്കുകൊണ്ടുള്ള കൊട്ടാരം പണിയലും തട്ടിപ്പുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ഹോട്ട് ടിയാൻ ടോക്ക് ചോദിക്കുന്നത് ഇതാണ്: അതിദാരിദ്ര്യം അവസാനിച്ചോ? CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് K അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് തൗഫീഖ് രാജൻ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത്. ആദ്യം അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, LDF സർക്കാരിന്റെ പ്രകടന പത്രിക പ്രകാരം തന്നെ 4.5 ലക്ഷത്തോളം പരമദരിദ്രരുണ്ട്. ഇപ്പോൾ പറയുന്നു അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 64,006 പേരെയാണ് എന്ന്. ഈ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായ ചർച്ച. അതെന്തായിരുന്നു ശരിക്കും? ഇത് ഒരു തുടർച്ചയായ പ്രക്രിയ തന്നെയാണ്. കഴിഞ്ഞ 9.25 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പട്ടിണിരഹിത, ദാരിദ്ര്യരഹിത കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കൃത്യമായി 14 ജില്ലയിലും സന്ദർശിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങൾ കൊടുത്ത വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് 600 കാര്യങ്ങളടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആ പ്രകടന പത്രികയിൽ ജനങ്ങളുടെ ജീവിത രീതി നന്നാക്കാൻ, കൂടുതൽ മെച്ചപ്പെടുത്താൻ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അത് പട്ടിണി മാറ്റാൻ, ദാരിദ്ര്യം അകറ്റാൻ, വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ, അടച്ചുറപ്പുള്ള വീട് കൊടുക്കാൻ, അവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യം ഉറപ്പുവരുത്താൻ എല്ലാം. അതിനുശേഷം ഭരണ തുടർച്ചയിലേക്ക് വന്നു. 900 കാര്യങ്ങളടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കി. അത് ജനം അംഗീകരിച്ചു. 91 സീറ്റിൽ നിന്ന് 99 സീറ്റായി ഇടതുപക്ഷത്തിന് ചരിത്രത്തിലാദ്യമായിട്ട് ഭരണ തുടർച്ച കിട്ടി. ആ ഗവൺമെൻറ് ലക്ഷ്യമിട്ടത് കൃത്യമായി ജനങ്ങൾക്കിടയിൽ പഠനം നടത്തി അതിദരിദ്ര അവസ്ഥ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണം എന്നതാണ്. അതിനുവേണ്ടി നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഏറ്റവും വലിയ അക്കാഡമിക് കേന്ദ്രമായ കിലയുടെ നേതൃത്വത്തിൽ ഒരു കൈപ്പുസ്തകം തന്നെ പുറത്തിറക്കി ഈ അതിദാരിദ്ര്യ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. ഏതെല്ലാം വിഭാഗങ്ങളെയാണ് കാണേണ്ടത് എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ഏകദേശം 4 ലക്ഷത്തിൽ അധികം വരുന്ന ഒരു സന്നദ്ധ പ്രവർത്തകർ, കൃത്യമായി അതിന് ഒരു പരിശീലനം കിട്ടിയ ജനപ്രതിനിധികൾ, കുടുംബശ്രീ, അതുപോലെ തന്നെ ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പഠനം ആരംഭിച്ചത്. ആദ്യ പഠനത്തിൽ തന്നെ 1.18 1,18,309 പേർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തി. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തലത്തിൽ തന്നെ വിദഗ്ധന്മാർ ഒരു ഫോക്കസ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. വാർഡ് തലങ്ങളിൽ നിന്നുള്ള ശുപാർശകൾ, അതുപോലെ തന്നെ മുൻഗണനാ പദ്ധതികളിൽ ഉൾപ്പെട്ടവർ, അങ്ങനെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള പഠനം നടത്തി അവർ ഏതൊക്കെ മേഖലയിലാണ് ഏറ്റവും ദുർബലാവസ്ഥ എന്ന് കണ്ടെത്തി മുന്നോട്ട് പോയി. അങ്ങനെ കണ്ടെത്തുമ്പോൾ അതിജീവനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ സുരക്ഷിത താമസ സൗകര്യം, അടിസ്ഥാന വരുമാനം, ഇത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന അതിജീവനം തന്നെ പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു വലിയ വിഭാഗം, അതാണ് അതിദരിദ്രർ എന്ന രൂപത്തിലുള്ള നിർവചനത്തിലേക്ക് വന്നത്. സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത് മറികടക്കാൻ ശേഷിയില്ലാത്തവരാണ് അവർ. അതോടൊപ്പം തന്നെ ഉപജീവനവും അതിജീവനവും നേടാൻ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്നവരാണ് അവർ. അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളി, വാർദ്ധക്യം, തീരാവ്യാധി തുടങ്ങിയ കാരണത്താൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവർ എന്നിങ്ങനെ 3 കാറ്റഗറിയിൽ പെടുത്തി ആളുകളെ തരംതിരിച്ച് ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് 60,006 കുടുംബങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. അവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തിയത്. അതിൽ കൃത്യമായിട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള 20,648 പേരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. അവർക്ക് 3 നേരവും കൃത്യമായിട്ടുള്ള വിഭവസമർത്ഥമായിട്ടുള്ള പോഷകാഹാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തി. ഈ കണ്ടെത്തിയ കുടുംബത്തിൽ 4,677 പേർക്ക് വീടില്ലാത്തവർ എന്ന് കണ്ടെത്തി. അതിലിപ്പോൾ 4,500 വീടുകൾ പൂർത്തീകരിച്ചു. ബാക്കി 600 ശിഷ്ടം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ചില വീടുകളുടെ പുനർനിർമ്മാണം നടത്തണം, വീടുകൾ പഴയതാണ് എന്ന് കണ്ടെത്തി. അതിൽ 5,646 പേരുടെ പുനർനിർമ്മാണം നടത്തണം, വീട്
വീടെന്ന് കണ്ടെത്തി. അതിൽ 5522 പൂർത്തീകരിച്ചു. ബാക്കി വിരലിലെണ്ണാവുന്ന വീടുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള രേഖ, റേഷൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്തവർ, അവർക്ക് റേഷൻ കാർഡ് 2553 പേർക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്തു. ആധാർ കാർഡ് 3125 പേർക്ക് ആധാർ കാർഡ് കൊടുത്തു. അതുപോലെ അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തി, ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി, തൊഴിലുറപ്പ് കാർഡ് ഉറപ്പുവരുത്തി, ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് കൊടുത്തു. അങ്ങനെ എല്ലാ മേഖലകളിലും ആരോഗ്യരംഗത്താണെങ്കിൽ അവർക്ക് ആശുപത്രി സേവനങ്ങൾ ഉറപ്പാക്കി, അതിനുള്ള ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തി. അങ്ങനെ കണ്ടെത്തിയ 60,006 കുടുംബങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി. ഏതെല്ലാം മേഖലയിലാണോ അവർ പിന്നോക്കം നിന്നത്, അവർക്ക് പുറത്തു പറഞ്ഞ് അവരുടെ ആവശ്യം നേടിയെടുക്കാൻ കഴിയാതിരുന്നത്, ആ ആവശ്യം നിർവഹിക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് നല്ല ശ്രദ്ധ കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ഇതൊരു മഹാപദ്ധതി തന്നെയാണ്. ലോകത്ത് തന്നെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്ത ചൈന മാത്രമാണുള്ളത്. അതിനുശേഷം അതിൻ്റെ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് നടക്കുന്നത് കേരളത്തിലാണ്. ഇത്തരത്തിൽ പ്രകടന പത്രികയിൽ കൃത്യമായി മുന്നോട്ട് വച്ച് ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് കഴിഞ്ഞ 4.5 വർഷമായി കൃത്യമായി ഇടപെടലിൻ്റെ ഭാഗമായി, പഠനത്തിൻ്റെയും ഇടപെടലിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ചില സാമ്പത്തിക വിദഗ്ധർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ ഒരു കത്തയച്ചിട്ട് ഇതിൻ്റെ മാനദണ്ഡം എന്താണ് ഇതിൻ്റെ പഠനം, എങ്ങനെയാണ് ഇത് കണ്ടെത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഖില പുറത്തിറക്കിയ 4.5 വർഷം മുമ്പുള്ള ആ പുസ്തകവും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള നിർമ്മാർജ്ജനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പെർട്ട് കമ്മിറ്റിയും അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ആളുകളെ കൃത്യമായിട്ട് തന്നെ പരിചരിക്കാനും ഉന്നതിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി നടത്തിയ ഇടപെടലുകളും എല്ലാം സംശയം വരുന്നത് ഈ പ്രകടന പത്രികയിൽ തന്നെ 4.5 ലക്ഷം പേരെ പരമദരിദ്രർ എന്ന് പറയുന്നു. ഈ അതിദരിദ്രർ, പരമദരിദ്രർ, എന്തായാലും ദരിദ്രരിൽ ദരിദ്രരാണ് അവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദരിദ്രർ ആയതുകൊണ്ടാണല്ലോ പരമദരിദ്രർ എന്ന് പറയുന്നത്. അത് തന്നെ 4.5 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ചെറിയ കണക്കിലേക്ക് ചുരുങ്ങിപ്പോയത് എന്നുള്ളതാണ്. അതിനിന്ന് മന്ത്രി പറഞ്ഞ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വിധത്തിലുള്ള സർക്കാർ പദ്ധതികളിലും ഒരു വിധത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങളിലും കിട്ടാത്ത മനുഷ്യരെയാണ് ഞങ്ങളിങ്ങനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ AAY കാർഡുകൾ പ്രകാരം 6 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇവിടെ സഹായം ലഭിക്കുന്നുണ്ട്. അവരെ ദരിദ്രരായിട്ടാണ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. നമ്മൾ അപ്പോൾ പറയുകയാണ് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ 64,006 പേർ മാത്രമാണ് എന്ന് പറയുമ്പോൾ, അവരെ ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു കണ്ണൽ പൊടിയിടലില്ലേ, അതിലൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഇല്ലേ? ഒരിക്കലുമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത് മറികടക്കാൻ ശേഷിയില്ലാത്തവരാണ്. അതായത് ഒരു രേഖയുമില്ല, ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതിയുടെ കീഴിൽ, അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയിൽ പെടണമെങ്കിൽ റേഷൻ കാർഡോ ആധാർ കാർഡോ നിർബന്ധമാണ്. ഇത്തരത്തിൽ ഒരു രേഖയില്ലാത്തവർ അവരുടെ സ്വന്തം അവസ്ഥ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ അതിജീവനം നേടാൻ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശേഷിയില്ലാത്തവർ, മാനസിക വൈകല്യമുള്ളവർ, അതുപോലെ ശാരീരികമായിട്ടുള്ള തളർന്നു പോയവർ, അങ്ങനെ ഉണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. അതുപോലെ അതിനകത്തൊരു കൺവീനിയൻസ് ഉണ്ട്. നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി ആണ് അല്ലേ ആ പറയുന്നത്. ഈ ദരിദ്രർ എന്ന് പറയുമ്പോൾ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു പോലും വാങ്ങിയെടുക്കുവാൻ കെൽപ്പില്ലാത്ത മനുഷ്യർ, വീടില്ലാത്തവർ, അലഞ്ഞു തിരിയുന്നവർ, അങ്ങനെയൊക്കെയാണെങ്കിൽ ആ സാമ്പത്തിക വിദഗ്ധർ തന്നെ ചോദിച്ചത് അവരെ അഗതികളായി കാണണം, അഗതി വിമുക്ത കേരളമായിട്ടല്ലേ പ്രഖ്യാപിക്കേണ്ടത് എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ഇല്ല, അവർക്ക് എന്തും ചോദിക്കാമല്ലോ. ഏത് നല്ല പദ്ധതികൾ വരുമ്പോഴും അത് ദുഷ്ടലാക്കോടെ മാത്രം കണ്ട് അതിനെ വിമർശിക്കുക എന്നത് തൊഴിലാക്കി മാറ്റി അതൊരു കല പോലെ സ്വീകരിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇത്രയും ഇപ്പോൾ പെൻഷൻ, നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായ UDFൻ്റെ കൺവീനർ പറഞ്ഞത്, പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വച്ച് അത് വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ തോന്നിവാസമല്ലേ, മര്യാദകേടല്ലേ എന്നാണ് പറഞ്ഞത്. അത്തരത്തിലാണോ ഒരു രാഷ്ട്രീയ നേതാവ് സാധാരണക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ പ്രതികരിക്കേണ്ടത്? ശുദ്ധ മര്യാദകേട് എന്ന് പറയുമ്പോൾ ഏതോ വലിയ അപരാധം ചെയ്തതുപോലെയല്ലേ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഏത് തരത്തിലുള്ള സംശയവും ആർക്കും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉന്നയിക്കാം. പക്ഷേ ഇത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം കൃത്യമായ പഠന വിധേയമാക്കി അതിനൊരു മാനദണ്ഡമുണ്ടാക്കി അതിനൊരു ബുക്ക്ലെറ്റ് തന്നെ, ഒരു പ്രപ്പോസൽ അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് തന്നെ പുറത്തിറക്കി അതിൻ്റെ ഘട്ടം ഘട്ടമായി ആദ്യം
അതിദരിദ്രർക്കുള്ള പദ്ധതിയുടെ പ്രശസ്തിയും സമീപനമാണ് മുന്നോട്ട് വെച്ചത്. അതിനുശേഷം മാനദണ്ഡങ്ങളും അവയിലേക്ക് നയിച്ച സമീപനങ്ങളും കൃത്യമായിട്ട് വിവരിക്കുകയാണ്. അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ആ സമയത്തൊന്നും ഈ സാമ്പത്തിക വിദഗ്ധർക്ക് ഒരു ഒബ്ജക്ഷനുമില്ല. അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ 2021 തന്നെ പുറത്തിറക്കി. 22 അത് നടപ്പിൽ വന്നു. ജനകീയ സമിതികളുടെ രൂപീകരണവും അതിന്റെ ചുമതലയും നിശ്ചയിച്ചു. ആ സമയത്തും ആർക്കും എതിർപ്പില്ല. അർഹരായവരുടെ പ്രാഥമിക അതിദരിദ്ര പട്ടിക തയ്യാറാക്കി അത് പ്രസിദ്ധീകരിച്ചു. അതിലും ആർക്കും എതിർപ്പില്ല, ഒബ്ജക്ഷൻ ഇല്ല. കാരണം ഈ പ്രഖ്യാപനത്തിലായിരിക്കും പ്രശ്നം. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ പ്രഖ്യാപനത്തിലാണ് അതൊരു PR ആണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേയുള്ള ഒരു PR ആണ് എന്നുള്ളതാണ് ഉയരുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ. തൗഫീഖ് രാജൻ ചേരുന്നുണ്ട്. തൗഫീഖ്, എന്തിനാണ് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയകൾ കാണുമ്പോൾ, സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പ്രതിപക്ഷത്തിന് എന്തിനാണ് ഒരു അസ്വസ്ഥത? ലക്ഷ്മി, ഈ സർക്കാരിൻ്റെത് സതുദ്ദേശപരമായ പെരുമാറ്റമാണ്, ഇല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം ദിവസങ്ങൾക്കകം നടക്കാൻ പോകുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ പോകുന്നു. അതിന് ഏതാനും ദിവസക്കാലം മുമ്പ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി ഈ സർക്കാർ വരുന്നത്, ഇതില്ലെങ്കിൽ വാഗ്ദാനങ്ങളുമായി സർക്കാർ രംഗപ്രവേശനം ചെയ്യുന്നതുമൊക്കെ എന്ത് ദുഷ്ടലാക്കോട് കൂടിയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യവും വ്യക്തവുമായ ബോധ്യമുണ്ട്. അതായപ്പോ ഞാൻ വളരെ സിമ്പിളായി ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം, അതായത് വിശന്നപ്പോൾ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വന്ന മധുവിന്റെ നാടാണ് കേരളം. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് മണ്ണുവാരി കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളം എങ്ങനെ അങ്ങനെയുള്ള ഒരു കേരളം എങ്ങനെ അതിദരിദ്രം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു സ്വാഭാവിക ചോദ്യമല്ലേ? അതിദരിദ്രം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുന്നതല്ലേ? ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ, അവർക്ക് സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള അവർ ഈ 64,006 പേരുടെ ഗണത്തിൽപ്പെടുന്നവരായിരിക്കും. അവരെയാണ് കണ്ടെത്തി, അവരെയാണ് പലവിധ മാർഗങ്ങളിലൂടെ കണ്ടെത്തി ഒരുവിധ സർക്കാർ പദ്ധതികളിലും ഇടം നേടാത്ത ആ മനുഷ്യരെ റെക്കോർഡ് ചെയ്യുകയാണ് സർക്കാർ ചെയ്തത്. അതൊരു കണക്കിന് നല്ലതല്ലേ? അവര് ഇവിടെ ഉണ്ട്, അവർ ഈ കേരളത്തിൽ ജീവിക്കുന്നു എന്നതിനെങ്കിലും ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കുകയാണ്. ലക്ഷ്മി, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഈ 64,000 ആളുകൾ സർക്കാരിന്റെ പുതിയ കണക്കാണ്. ഈ 64,000 ആളുകൾ എങ്ങനെയാണ്, ആ കണക്ക് സർക്കാരിന് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഈ 64,000 ആളുകൾ അതിദരിദ്രർ അല്ലാതാവുന്നതിന് ഈ സർക്കാർ എന്ത് ചെയ്തു എന്നുകൂടി വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമല്ലേ? ഇവർ ഒരുപക്ഷെ മുൻപ് സൂചിപ്പിച്ചു, ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം വളരെ കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ വളരെ സിമ്പിളായി ചോദിക്കുന്നു, അതിനകത്ത് സർക്കാർ തന്നെ വിശദീകരണം കൊടുക്കുന്നുണ്ട് തൗഫീഖ്, അവരുടെ സൈറ്റിലുണ്ട്. അത് പലർക്കും ഭക്ഷ്യ കിറ്റ് കൊടുത്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, വീട്ടിലേക്കുള്ള വഴി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, റേഷൻ കാർഡ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് പലർക്കും ഉണ്ടായിരുന്നത്. അത് പല വിധത്തിൽ നേടിക്കൊടുത്ത ആളുകളുടെ കണക്കാണ് ഈ 64,006 എന്നത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാർ എങ്ങനെയാണ് ഈ 64,000 എത്തിച്ചേർന്നത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 64,000 ആളുകൾ അതിദരിദ്രർ അല്ലാതാവുന്നതിന് ഈ സർക്കാർ എന്ത് പ്രവൃത്തി ചെയ്തു എന്നതിന് ഉത്തരമാണ് ഈ പറഞ്ഞതെങ്കിൽ, ഏതൊക്കെ പഞ്ചായത്തിലാണ്, ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അതിദരിദ്രർ അല്ലാതാക്കിയത്, അവരുടെ പേര് വിവരങ്ങൾ, അതിന്റെ വിവരങ്ങൾ, ഡീറ്റെയിൽസ് പുറത്തുവിടാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അതായത് മുൻപ് വ്യവസായ മന്ത്രി ബഹുമാനപ്പെട്ട രാജീവ് 3,80,000 പുതിയ സംരംഭകർ വന്നു എന്ന ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ 3,80,000 പുതിയ സംരംഭകർ വന്നപ്പോ ആ സംരംഭങ്ങളുടെ ലിസ്റ്റ് കേരളത്തിലെ പൊതുസമൂഹവും പ്രതിപക്ഷവും അടക്കം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം ആ ഘട്ടത്തിൽ ആ രാജീവ് ഇന്നീ നിമിഷം വരെ ആ ലിസ്റ്റ് സംബന്ധിച്ച് പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ കൈവശം മാത്രമേ ആ ലിസ്റ്റ് ഉള്ളൂ. ആ രേഖ ചോദിച്ചപ്പോ, അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ, പണ്ട് വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വലത്തെ കൈപ്പത്തി പൊക്കി കാണിച്ചിട്ട് ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെയാണ് അന്ന് ഈ വ്യവസായ മന്ത്രി പറഞ്ഞു വെച്ചത്. അതിന് സമാനമായ തരത്തിലാണ് ഈ അതിദാരിദ്ര്യർ എന്നുള്ള കാറ്റഗറിയിലേക്ക് ഈ 64,000 ആളുകളുടെ കണക്ക് എങ്ങനെ എത്തി എന്ന് ചോദിക്കുമ്പോ, സമാനമായ തരത്തിൽ വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി കൈപൊക്കി കാണിക്കുമ്പോ വലത്തെ കൈപ്പത്തി പൊക്കി കാണിക്കുന്ന അതേ സമാന സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ആരെയൊക്കെയാണ് അതിദാരിദ്ര്യർ അല്ലാതാക്കി മാറ്റിയത്? ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമല്ലേ? ഇവിടെ നമുക്കറിയാം,
ഈ വെളിയുടെ വിസർജനമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ, അങ്ങനെയുള്ള ഒരു മോശം സാഹചര്യം ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോ ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ശൗചാലയങ്ങൾ ഇല്ലാത്ത വീടുകളെ പറ്റിയുള്ള വാർത്ത പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയെങ്കിൽ കേരളത്തിൽ അതിദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി ഇത്തരത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനം പോലെ ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമല്ലേ എന്നുള്ളത് ന്യായമായ ചോദ്യമല്ലേ ലക്ഷ്മി? ഇവിടെ ചിലർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു, ചിലർക്ക് മറ്റ് ഇതര കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ദരിദ്രരായിട്ടുള്ള ആളുകൾ അങ്ങനെ അല്ലാതായി മാറുമോ? ഈ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്നത് എന്നുള്ള സാഹചര്യം നമുക്കറിയാം. 5,95,800 ആളുകളാണ് അത്തരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഈ 64,000-ലേക്ക് എങ്ങനെ എത്തിയെന്ന് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം KY കാർഡ് ഉപയോഗിച്ച് അരിയും മറ്റ് സാധനങ്ങളും അടക്കം ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾ. ഇവിടെ അങ്ങനെ ഇപ്പൊ പറയുമ്പോ ഇവർ സർക്കാർ പറയുന്നുണ്ട് ഈ റേഷൻ കാർഡ് പോലും ഇല്ലാത്ത ആളുകളാണ് ഈ 64,000 ആളുകൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ രാജ്യത്ത് K-ഫോൺ നടപ്പാക്കി എന്ന് പറയുന്ന പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഈ രേഖകളൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടായി എന്നുള്ളതല്ലേ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇന്ന് പ്രതിപക്ഷ അടക്കം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അതിദരിദ്രം ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ സർക്കാർ എന്താ ചെയ്യുന്നത്? ഇവിടെ സർക്കാർ കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിധിയാണ് ഈ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമാണ് എന്നുള്ള സർക്കാരിന്റെ അവകാശവാദം വളരെ കൃത്യമാണ് ലക്ഷ്മി. ഇത് ഇലക്ഷൻ മുന്നോടിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ്, ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയത്തിന് ആവശ്യമില്ല. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റു ചില ആശങ്കകൾ കൂടി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്ന് പറയുന്നത്, ഈ അന്ത്യോദയ പദ്ധതിയിൽ AY കാർഡുകൾ ഉള്ളവർക്ക്, അത് 6 ലക്ഷത്തിനടുത്തുള്ള മനുഷ്യർക്ക് അവർക്കുള്ള കേന്ദ്ര സഹായം നിലയ്ക്കില്ലേ? നമ്മളിങ്ങനെ നമ്മുടെ ഈ അതിദരിദ്രർ എന്ന് പറയുന്നത് 64,006 പേർ മാത്രമാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കുള്ള കേന്ദ്ര സഹായം ഇനി കേരളത്തിനൊന്നും കൊടുക്കണ്ട എന്ന നിലയിലേക്ക് കേന്ദ്രം പോലും എത്തിച്ചേരില്ലേ എന്ന ആശങ്കയും പറയുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവിന്റെ ആശങ്ക നമുക്ക് മനസ്സിലാകും. കാരണം 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ കേട്ട നിമിഷം മുതൽ പല കോൺഗ്രസ് നേതാക്കന്മാരും സുബോധത്തിലല്ല, പലരും ബോധം കെട്ട് വീണിട്ട് മര്യാദകേട് കാണിക്കരുത്. ഈ കോൺഗ്രസ്സുകാരുടെ ഈ കോൺഗ്രസ് പ്രതിനിധികളുടെ മര്യാദകേട്, സ്ഥിരം ചർച്ചകളിലുള്ള മര്യാദകേട് കൈവശം വച്ചാൽ മതി. അങ്ങ് പറഞ്ഞ എല്ലാ വിവരദോഷങ്ങളും കേട്ടിരിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ഇടപെടരുത്. ഇവിടെ കൃത്യമായി എന്താ യുഡിഎഫിന്റെ കൺവീനർ മനസ്സിലായി കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കാം. അല്ലല്ല, ഒരാളെ ഭീഷണിയില്ല. അല്ല, എന്നാൽ താങ്കൾ എടുത്ത് പ്രയോഗിച്ചോ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതായത് എന്ത് വിവരദോഷവും പറയാം, എന്ത് വിഡ്ഢിത്തവും പറയാം, എന്ത് ആക്ഷേപവും ഉന്നയിക്കാം. അതിനുശേഷം ഇത്തരം ചർച്ചയിൽ തുടരുന്നില്ല. ഇല്ല, ഇതാണ് കോൺഗ്രസിന്റെ ശൈലിയെങ്കിൽ ഞാൻ ഈ ചർച്ചയിലില്ല. ബഹുമാനപ്പെട്ട ആങ്കറോട് എല്ലാ ബഹുമാനത്തോടും പറയുക, ഇത് കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയാണ്. കുറെ വിവരദോഷം പറയും, കുറെ ആരോപണം ഉന്നയിക്കും, എന്നിട്ട് അതിന് മറുപടി കേൾക്കാൻ അസഹിഷ്ണുരാണ്. ആ മറുപടി ജനവും കേൾക്കരുത്, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. ഇത് സ്ഥിരം രീതിയാണ്. അങ്ങയുടെ സമയം അങ്ങ് തന്നെ പറഞ്ഞു, ഒരക്ഷരം ഞാൻ ഉരിയാടിയില്ല, ജനം കേൾക്കട്ടെ എന്ന് വെച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും താങ്കളുടെ ഈ അസഹിഷ്ണുത ഉണ്ടല്ലോ, അത് നിങ്ങളുടെ എല്ലാ പ്രതിനിധികൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഉണ്ടാക്കിയാലും എത്ര ഞങ്ങളുടെ വായടക്കാൻ ശ്രമിച്ചാലും പ്രകടന പത്രികയിൽ പറഞ്ഞ 900 കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കും.
അത് നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞങ്ങൾ പറഞ്ഞു 9,739 കാര്യങ്ങൾ ഈ കേരളത്തിൽ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള ഒരു 150ഓളം കാര്യങ്ങൾ ഇതാ നടത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പൂർത്തീകരണമാണ് 2 ദിവസം മുമ്പ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത്. നാളെ കേരളത്തിന്റെ നിയമസഭയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് ഇത് നടപ്പാക്കുന്നത് ശുദ്ധ മര്യാദകേടല്ലേ എന്ന് ചോദിച്ചു വന്നാൽ അത്തരം മര്യാദകേടും ഞങ്ങൾ ഇനിയും ആവർത്തിക്കും. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. യഥാർത്ഥ വെടിക്കെട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. 6 മാസം കൂടി ഈ ഗവൺമെന്റിന് കാലാവധിയുണ്ട്. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കടന്നു പോകും. നിങ്ങൾ എന്താ പറഞ്ഞേ? വ്യവസായ മന്ത്രി ചില സംരംഭങ്ങൾ പ്രഖ്യാപിച്ചു, എന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞില്ലേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണി നോക്ക്, ഈ സംരംഭങ്ങൾ എണ്ണി നോക്ക്. ഒരു വർഷം 1,49,000 സംരംഭങ്ങൾ. താങ്കൾ കേൾക്കൂ, മര്യാദയോടെ കേൾക്കൂ മിസ്റ്റർ. ഒരു വർഷം 1,49,000 പുതിയ സംരംഭങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി കാണിച്ചു കൊടുത്തു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. 2.5 വർഷം കൊണ്ട് 3,400,000 സംരംഭങ്ങൾ. ഇവിടെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് തൊഴിൽ അന്വേഷകരായിട്ടല്ല, തൊഴിൽ ദാതാക്കളായിട്ടാണ്. ഏറ്റവും മികച്ച സാമൂഹ്യ അന്തരീക്ഷം, സാമ്പത്തിക അന്തരീക്ഷം, വ്യവസായ അന്തരീക്ഷം ഈ കേരളത്തിൽ വന്നില്ലേ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാമത് വന്നപ്പോൾ നിങ്ങൾ കൊട്ടിഘോഷിച്ചു ദേ കേരളം 28ാമത്. നമ്മൾ 1ാമത് എത്തിയപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല, മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി, ഇനി ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. 64,006 പേരുടെ പട്ടികയും പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളതായിരുന്നു തൗഫീഖിന്റെ ഒരു ചോദ്യം. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇങ്ങനെ നിരന്തരം സംശയം പ്രകടിപ്പിച്ചാൽ സംസ്ഥാന സർക്കാർ, തദ്ദേശ ഭരണ വകുപ്പ് ഇനി അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കൂടി പോകുമോ? ഒറ്റ മിനിറ്റ്. നിങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് 60,006 പേർ എന്നാണ്. അത് തെറ്റാണ്. 60,006 കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള ആളുകൾ മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ 1,00,000-ലധികമുണ്ട്. അത് കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പേര് പൊതുസമൂഹത്തിൽ ഇവർ അതിദരിദ്രരാണ് എന്ന് ചാപ്പ കുത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പണിത് കൊടുക്കുന്ന വീടിൽ 6% പൈസ തരുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പ്രധാനമന്ത്രി ഈ വീടിന് ഐശ്വര്യം എന്ന് പേരും ഫോട്ടോയും വയ്ക്കുന്നതിന് പറയുന്നതിന് തുല്യമാണത്. ഒരാൾ അതിദരിദ്രരാകുന്നത് ഇറ്റ് ഈസ് പുവർ, ഇറ്റ് ഈസ് നോട്ട് എ ക്രൈം എന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വരെ ജഡ്ജ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഒരാൾ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളത് ഒരു കുറ്റകൃത്യമല്ലല്ലോ. അത് കൃത്യമായിട്ട് അത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാൻ പാടില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഇപ്പൊ കോടതി പറയുകയാണ് കണക്ക് ലിസ്റ്റ് കാണിക്കണം, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം കൃത്യമായ മാനദണ്ഡത്തിന്റെ ഭാഗമായി കൃത്യമായ പരിശോധന നടത്തി അത് കൃത്യമായി സ്കൂട്ടനൈസ് നടത്തി ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് നോക്കട്ടെ, അപ്പൊ വരുമാനം കിട്ടുമ്പോൾ ആ ദരിദ്രാവസ്ഥയിൽ നിന്ന് അവർക്ക് മാറ്റം വന്നു. എന്തുകൊണ്ട് 1,18,000 60,000 കുടുംബമായി മാറിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കണക്കൊന്ന് ചുരുങ്ങിപ്പോയില്ലേ എന്നുള്ള സംശയം, ഈ കണക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടി ചുരുക്കിയില്ലേ എന്നുള്ള സംശയമാണ് ഉള്ളത്. LDF MLA P മമ്മിക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഈ വർഷം സെപ്റ്റംബർ 30 ഭക്ഷ്യമന്ത്രി GR അനിൽ നൽകിയ മറുപടി അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 5,91,194 ആളുകളുണ്ട്. 5,91,194 റേഷൻ കാർഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് മറുപടി പറയുമ്പോൾ അതിദരിദ്രർ എന്നതിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ, അത് പുറത്തേക്ക് വന്ന് തദ്ദേശ മന്ത്രി പറയുമ്പോൾ അതിന് മറ്റൊരു ഡെഫിനിഷൻ, അതാണ് മനുഷ്യർക്ക് മനസ്സിലാകാത്തത്. ഒന്നുമില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഒരു രേഖയുമില്ലാത്ത, ഒരു റേഷൻ കാർഡോ ആധാർ കാർഡോ മറ്റൊരു കാർഡും ഇല്ലാത്തവരാണ് ഈ പട്ടികയിൽപ്പെട്ടത്. അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു കൺവീനിയൻസിന് വേണ്ടിയല്ലേ അങ്ങനെ ഒരു മാനദണ്ഡം നിശ്ചയിച്ചത്. ആരാണ് പറഞ്ഞിരിക്കുന്നത് അതിദരിദ്രർ എന്നാൽ റേഷൻ കാർഡ് പോലും ഇല്ലാത്തവരാണ് എന്ന്? റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിദരിദ്രർ ആകാതിരിക്കുമോ അവർ? അങ്ങനെയൊന്നുമല്ലല്ലോ. ഇവിടെ കേരളത്തിലെ LDFന്റെ പ്രകടന പത്രികയിൽ ഒരു പുതിയ ആശയം ഉൾക്കൊള്ളുന്നു. ഇപ്പൊ വീട്ടമ്മമാർക്ക് പെൻഷൻ ഞങ്ങൾ ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഞങ്ങളെ കളിയാക്കിയില്ലേ? ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ വർക്ക് ടു കണക്ട്, ഈ യുവജനങ്ങൾക്ക്, തൊഴിൽ അന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് മാസം 1000 രൂപ എന്നും അത് 5 ലക്ഷം പേർക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ പലരും ഞെട്ടിത്തെറിച്ചില്ലേ? ഇതൊരു പുതിയ ആശയം കൊണ്ടുവരുന്നു, സൂക്ഷ്മമായി പരിശോധിക്കുന്നു. നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. ഏറ്റവും വികസിത രാജ്യങ്ങളോട് മത്സരിക്കുക. ഇപ്പോൾ കുട്ടികളുടെ ശിശു മരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ പിന്നിലാക്കിയേ. ഇപ്പോഴും കോൺഗ്രസ്സുകാർ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. അവർ വിശ്വസിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങൾ എടുക്കും. അതുകൊണ്ട് ഇപ്പൊ 60,006 ആണ്. അത് എണ്ണം കൂടുകയാണോ? കുറച്ചു പേരോട് ഉൾക്കൊള്ളേണ്ടി വരുന്ന സാഹചര്യം വരികയാണോ?
നമ്മൾ ഇതുകൂടി അതിജീവിക്കും. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ ജീവിതത്തിന്റെ ഉയർന്ന നിലവാരത്തിലേക്ക് കൈപിടിച്ചുയർത്തും. അപ്പൊ ലിസ്റ്റ് ചുരുങ്ങി വരും. മറ്റേതെങ്കിലും കാരണത്താൽ രോഗം വന്നോ മറ്റേതെങ്കിലും അവസ്ഥയാൽ ഈ അതിദരിദ്ര അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ടോ? ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് വീണ്ടും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ നാട്ടിൽ നടത്തുക എന്നതാണ് ലക്ഷ്യം. അപ്പൊ പറയുന്നതാ ഇതൊക്കെ വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് വയ്ക്കുകയാണെന്നാണ് ഇന്നലെയും മിനിങ്ങാന്നും ചർച്ച. ഒട്ടും ഭയപ്പെടേണ്ട. വരുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും അത് LDF ഗവൺമെന്റ് തന്നെയാണ്. ഈ ഭരണ തുടർച്ചയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഇടുന്ന ലക്ഷ്യപൂർത്തീകരണം സാധിക്കുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെയല്ല. ഞങ്ങൾ ഒരു നല്ല കുറെ ആശയം കൊണ്ടുവരും, അടുത്ത് വരുന്ന UDF ഗവൺമെന്റ് അത് തകർത്ത് തരിപ്പണമാക്കി കളയും. ലക്ഷ്മിപ്രിയയ്ക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDFന്റെ കൺവീനർ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞ അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും. പത്രസമ്മേളനം നടത്തിയ പ്രഖ്യാപിച്ച്. അപ്പൊ കേരളത്തിലെ ജനത പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരണ്ട, നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളി, വേണമെങ്കിൽ ആജീവനാന്ത പ്രതിപക്ഷത്ത് ഇരുന്നോളാൻ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കേരളം കണ്ടതല്ലേ. ഇവർ ബഹളി പിടിച്ച് നടക്കുകയാണ്. ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശുദ്ധ തോന്നിവാസം എന്നൊക്കെ പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്, ഇതിന്റെ ഗുണം കിട്ടുന്ന ജനങ്ങളുണ്ട്. ഇപ്പോ 64,000 പേർക്ക് പെൻഷൻ, 64 ലക്ഷം പേർക്ക് പെൻഷൻ, 34 ലക്ഷം പേർക്ക് ഇത് ഇപ്പൊ വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം യുവജനങ്ങൾക്ക് ഇത് വർക്ക് ടു കണക്ട് പെൻഷൻ, ഇപ്പൊ 1,05,00,000 പേരുടെ പെൻഷൻ തന്നെ. ഇവിടെ 18 വയസ്സിന് മുകളിലുള്ള ആകെ 2.5 കോടി ജനങ്ങളെ ഉള്ളൂ. അപ്പൊ 3 പേരെ എടുത്താൽ അതിലൊരാൾ പെൻഷൻ വാങ്ങിക്കുന്നവരായി കേരളം മാറി. എല്ലാ രംഗത്തും സ്വയം പര്യാപ്തമായിട്ട് മാറാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പോഴുള്ള ആരോപണം എന്തായിരുന്നു? കടം കേരളം കടത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് ശ്രീലങ്കയാകാൻ പോകുന്നു. ഇപ്പോഴോ വരുന്നു ആദ്യത്തെ 15 സംസ്ഥാനം ഇന്ത്യയിൽ കടത്തിന്റെ തോതിലുള്ള സംസ്ഥാനം. ഇതിൽ കേരളം ഇല്ല. നമ്മൾ എല്ലാ രംഗത്തും സ്വയം പര്യാപ്തമായി. നല്ല കാര്യം നടക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ അതിനെയൊക്കെ എതിർക്കുകയാണോ? ലക്ഷ്മി, അത് എപ്പോൾ എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇവിടെ അരുൺകുമാറിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയോ സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെല്ലാം കേവലം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയത്തിന് ആവശ്യമില്ല. അദ്ദേഹം പകുതി സമയം എന്നെ വിമർശിക്കാനാണ് ഉപയോഗിച്ചത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞ ഈ കണക്കിലേക്ക് ഞാൻ വരികയാണ്. കേരളത്തിൽ പരമദരിദ്രരായ 4.5 ലക്ഷം പേരുണ്ടെന്നാണ് LDFന്റെ പ്രകടന പത്രികയിൽ തന്നെ 215ാമത്തെ പോയിന്റായി പറഞ്ഞിരിക്കുന്നത്. അങ്ങ് നിഷേധിക്കുന്നുണ്ടോ? ആശ്രയ പദ്ധതിയിലുള്ള 1.5 ലക്ഷം കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തി 4.5 ലക്ഷം ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കാമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അപ്പോൾ LDF പ്രകടന പത്രികയിൽ തന്നെ പരമദരിദ്രരായ 4.5 ലക്ഷം കുടുംബാംഗങ്ങൾ കേരളത്തിലുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ 4.5 ലക്ഷം പേരിൽ നിന്നും അതിദരിദ്രരുടെ എണ്ണം എങ്ങനെയാണ് അങ്ങ് ഈ പറഞ്ഞ 64,000 കുടുംബങ്ങളിലേക്ക് എത്തിച്ചേർന്നത്? എന്ത് ചെപ്പടി വിദ്യയാണ്, എന്ത് പ്രോസസ്സാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്? എന്റെ ലക്ഷ്മി ഈ ചോദ്യം ചോദിക്കുമ്പോ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് അവരെ അതിദരിദ്രരാക്കിയത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയറാണ് നടന്നത്? അവർ അല്ലാതായി തീരാൻ എന്ത് പുരോഗതിയാണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോ കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം പറയാൻ അരുൺകുമാറിന് ഇതേവരെ സാധിച്ചിട്ടില്ല. എന്താണ് പ്രോസസ്? അദ്ദേഹം വ്യക്തമാക്കട്ടെ. എങ്ങനെയാണ് ഈ ദരിദ്രല്ലാക്കി മാറ്റിയത്? ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ LDFന്റെ MLA ആ ചോദ്യത്തിൽ നിന്ന് വളരെ മനോഹരമായി സ്കിപ്പ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. LDFന്റെ MLA ആയിട്ടുള്ള ശ്രീ P മമ്മിക്കുട്ടി, അദ്ദേഹം 15ാം കേരള നിയമസഭയുടെ 14ാം നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യം നമ്പർ 2333 അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള റേഷൻ കാർഡുകൾ എത്ര പേർക്ക് നിലവിലുണ്ടെന്ന് വിശദമാക്കാമോ? ആ ചോദ്യത്തിന് അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ, ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രി, അദ്ദേഹം മറുപടി പറയുകയാണ്. സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 5,91,194 റേഷൻ കാർഡുകൾ നിലവിലുണ്ട് എന്ന് മന്ത്രി GR അനിൽ ഉത്തരം നൽകിയിട്ടുണ്ട്. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 5,91,194 റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ അതിലുള്ള മനുഷ്യരെയും കൂട്ടുമ്പോൾ അത് വലിയൊരു കണക്കാവുമല്ലോ അല്ലേ? ഇത് കൃത്യവും വ്യക്തമായിട്ടുള്ള ഉത്തരം ഇവര് പറയണ്ടേ? ഇവരെങ്ങനെയാണ് പറയുന്നത്? 5 ലക്ഷത്തി, ഞാൻ പറഞ്ഞല്ലോ, എന്നോടാണ് ചോദ്യം, ശ്രീ അരുൺകുമാറിനോടാണ്. അല്ല, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ. അതായത് അല്ല, ശ്രീ അരുൺകുമാർ, എന്റെ സമയമാണ്, അതിനുശേഷം അങ്ങേക്ക് പറയാം. അതായത് ഈ സർക്കാരിന്റെ തന്നെ കണക്കുകൾ പ്രകാരം 2016 മുതൽ 10/9/2025 വരെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 5,91,368 ഗുണഭോക്താക്കൾക്ക് വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 4,62,307 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ നൽകിയ ഉത്തരം. അതായത് 1,30,000 വീടുകൾ
ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തന്നെ തൗഫീഖ്, വീടില്ല എന്നതുകൊണ്ട് മാത്രം, വീടില്ല എന്ന ഒറ്റ കാരണത്താൽ മാത്രം അതിദരിദ്രർ എന്ന ഗണത്തിൽ പെടുന്നില്ല എന്നാണ് ഇന്ന് മന്ത്രി തന്നെ വിശദീകരിച്ചത്. ലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ മുൻപ് വളരെ കൃത്യമായിട്ട് ചോദിച്ചു. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം, ഈ ഘടകങ്ങളൊന്നും ഇല്ലാത്തവർ എങ്ങനെയാണ് ഈ ഘടകങ്ങളൊന്നും ഇല്ലാത്ത അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് ആ കാറ്റഗറിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുക? ഇതിൽ കൂടി വളരെ വേഗത്തിൽ ഇതിന് വളരെ ചുരുക്കത്തിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. പ്രഖ്യാപനത്തിലൂടെ സർക്കാർ ഇപ്പോൾ സൗജന്യ റേഷൻ ലഭിക്കുന്ന കേരളത്തിലെ 5.29 ലക്ഷം താരതമ്യപ്പെടുത്തുന്നതുമെല്ലാം UDFന്റെ ഭരണത്തോട് തന്നെയാണ്. അതായത് ഒരു ഗവൺമെന്റ് ഭരണം ആരംഭിക്കുമ്പോൾ ഇപ്പൊ 2 ലക്ഷം അതിദരിദ്രരുണ്ടെങ്കിൽ ആ ഭരണം ആരംഭിക്കുമ്പോൾ ഉള്ളത് തന്നെ അവസാനിക്കുമ്പോൾ വേണം, അതിൽ കൂടുതൽ വേണമെന്ന UDFന്റെ രീതിയോടാണ് താരതമ്യപ്പെടുത്തുന്നത്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് കൊടുത്തിരുന്നു വളരെ തുച്ഛമാണ്. പക്ഷെ ഓരോ വർഷം കഴിയുമ്പോഴും കൂടി വരുന്നു. അതുപോലെ തന്നെ കൃത്യമായി PSC വഴിയുള്ള നിയമനം ഓരോ വർഷവും ഒരു 35,000 കൂടി വരുന്നു. അപ്പോൾ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാക്കുമ്പോൾ ഇത്ര അതിദരിദ്രരുണ്ട്, അത് തന്നെ 5 വർഷം കഴിയുമ്പോഴും അങ്ങനെ തുടരണമെന്ന് പറയുന്നത് UDFന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരാണ്, ഇന്ന കോളങ്ങളിൽ പെടുന്നവരാണ്, ഇതിനകത്ത് വീടില്ല എന്ന് വെച്ച് നിങ്ങൾ അതിദരിദ്രർ ആകുന്നില്ല, നിങ്ങൾക്ക് വഴിയില്ല എന്ന് വെച്ചിട്ട്, റോഡില്ല എന്ന് വെച്ചിട്ട്, വണ്ടിയില്ല എന്ന് വെച്ചിട്ട് അതിദരിദ്രരാകുന്നില്ല എന്നുള്ള മട്ടിൽ സർക്കാർ ഇതിനകത്ത് ഒരു കൺവീനിയൻസ് എടുത്തിട്ടുണ്ട് അവരുടെ. അതാണ് ഇവിടെ ചർച്ചാ വിഷയം ആകുന്നതും. നിയമസഭയിൽ പറയുന്നു അതിദരിദ്രരുടെ റേഷൻ കാർഡിൽ ഇത്രയും പേരുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ പദ്ധതിയിൽ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ്. ശരിക്കും ഇല്ല. ഇവിടെ ഏറ്റവും സാധാരണക്കാരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക, ആ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് പോകുമ്പോൾ പലർക്കും ഇത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ 60,000-ലധികം കുടുംബം രക്ഷപ്പെടുകയാണല്ലോ. അവർ ജീവിതത്തിന്റെ മറ്റുള്ളവരുമായി ഒരുമിച്ച് ജീവിക്കാൻ സമത്വത്തോടെ കൈപിടിച്ച് ഉയരുകയാണല്ലോ എന്ന് വിചാരിക്കുകയല്ലോ. പെൻഷൻ 400 രൂപ കൂടുമ്പോൾ അത് ശുദ്ധ വിവരക്കേടാണെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയവും ലക്ഷ്യമൊക്കെ മനസ്സിലാവില്ലേ? അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികളെ മുഴുവൻ എതിർക്കുക. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമാണ്, നുണപ്രചരണം നടത്തുന്ന പക്ഷമാണ് എന്ന രൂപത്തിൽ അധംപതിക്കുന്ന നാം കാണുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള ഓരോ ചുവടുവയ്പ്പിനെയും മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്കും ഞങ്ങളെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരം വിമർശനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, തൗഫീഖ് രാജൻ ചർച്ചയ്ക്കെത്തിയതിന്.